Last time when I came, I spoke on miracles. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത്ഭുതങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനിടയായത്. And I know that it was a blessing to many. അത് അനേർക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And when we talk about miracles, it kind of soothes our heart. പലപ്പോഴും അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കാറുണ്ട്. Because we all are in need for a miracle. Because നമുക്ക് എല്ലാവർക്കും അത്ഭുതങ്ങൾ ആവശ്യമാണ്. But today I have a different angle towards what I want to say. എന്നാൽ ഇന്ന് മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. God has a call on each one of our lives. നമ്മുടെ ഓരോരുത്തരുടെ മേൽ കർത്താവിന്റെ ഒരു വിളിയുണ്ട്. And before I forget, I want to thank dear sister Sheba for the hard work that she puts in. Can we all give her an applause, please? പ്രിയ ഷേബ ചെയ്ത കഠിനാധ്വാനത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. She is such a blessing. I'm sure that you agree with me. നിങ്ങൾ എല്ലാവരും എന്നോട് യോജിക്കുമല്ലോ. ഷേബ ഒരു വലിയ അനുഗ്രഹമാണ്. And I thank you, dear sister. As you can see here on the screen, you see the big word, freedom. സ്വാതന്ത്ര്യം എന്ന വാക്ക് നമ്മളിവിടെ ബോർഡിൽ കാണുന്നുണ്ടല്ലോ. Yesterday, the United States celebrated their 250th year Independence Day. സ്വാതന്ത്ര്യത്തിന്റെ 250 വർഷം തികഞ്ഞത് ഇന്നലെ നമ്മൾ എല്ലാവരും ആഘോഷിക്കുവാനിടയായി. Freedom. സ്വാതന്ത്ര്യം. It means something to everybody. അത് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയമാണ്. For some of you, it might be all about seeing the fireworks. ചിലപ്പോൾ നമ്മൾക്ക് അത് ഫയർവർക്സ് കാണുവാനുള്ള ആഗ്രഹമായിരിക്കാം. My nephews were all so excited to see the fireworks last night. ഇന്നലെ എൻ്റെ അനന്തരന്മാർ വലിയ സന്തോഷമായിരുന്നു ആ വെടിക്കെട്ട് കണ്ടത്. And then after that, they wanted to do it all by themselves. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വയം അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. Maybe you got some sparkles too. നിങ്ങളുടെ വീട്ടിലും ചിലപ്പോൾ സ്പാർക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ. But the scripture talks about freedom. എന്നാൽ ദൈവവചനം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. And I heard that your church has been going through Bible study from the book of Galatians. നിങ്ങളുടെ സഭ ഗലാത്യ ലേഖനത്തിൽ നിന്ന് പഠിക്കുന്നതായി ഞാൻ അറിയുന്നു. So I want to focus on the book of Galatians, or the Paul's letter to Galatians chapter 5 for the next few minutes. അടുത്ത ചില നിമിഷത്തേക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. For which I would like to turn your attention to Galatians chapter 5 and verse 13. അതിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാമല്ലോ. For you were called to be free, brothers, only do not use this freedom as an opportunity for the flesh, but serve one another through love. You were called to be free. നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. But do not use your freedom. എന്നാൽ ഈ സ്വാതന്ത്ര്യം do not use it to indulge your flesh. അത് നമ്മുടെ ജഡത്തിന്റെ അഭിലാഷത്തിനായി ഉപയോഗിക്കരുത്. But serve one another humbly in love. എന്നാൽ പരസ്പരം എളിമയോടെ സേവിക്കുവാൻ ഇടയാകട്ടെ. I want to focus on the word serve. സേവിക്കുക എന്ന വിഷയമാണ് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. God has given us freedom. കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. But what is the purpose of that freedom in our lives? എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന് എന്തിനു വേണ്ടിയാണ് കർത്താവ് ആ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നത്? In verse 13 we read, serve one another in love. 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പരസ്പരം സ്നേഹത്തിൽ സേവിക്കണമെന്നാണ്. Serve one another in love. പരസ്പരം സ്നേഹത്തിൽ സേവിക്കുക. So you might wonder, how can I serve better? എങ്ങനെ നമ്മൾക്ക് നല്ലതുപോലെ പരസ്പരം സേവിക്കുവാൻ പറ്റും? Because all of us are free. നമ്മളെല്ലാവരും സ്വാതന്ത്ര്യമുള്ളവരാണ്. Christ saved us. ക്രിസ്തു നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് and has കൊണ്ടുവന്നു. given us the freedom. നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. But now the question is, what do we do with the freedom? എന്നാൽ നമ്മൾ ഈ സ്വാതന്ത്ര്യം കൊണ്ട് എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു? As I said, serve one another. പരസ്പരം സേവിക്കുക. So as you have now seen me, I would love for you to remember me with whatever I speak. ഞാൻ പറയുന്നത് അനുസരിച്ച് എന്നെ കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ മറക്കരുതെന്നുള്ള ചിന്തയിൽ പറയുന്നത് നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. So I want to focus on the word serve.
അതുകൊണ്ട് ഞാൻ സേവിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കട്ടെ. Let's think about the first letter S. യെസ് എന്ന വാക്ക് നമുക്ക് ചിന്തിക്കാമല്ലോ. Which stands for sacrifice. യാഗം എന്നാണ് യെസ്. Taழ்ma. താഴ്മ. Sacrifice. If you want to serve effectively, we need to have an attitude of sacrifice. നമുക്ക് താഴ്മയുടെ മനോഭാവം ഉണ്ടെങ്കിലേ പരസ്പരം സേവിക്കുവാൻ കഴിയുകയുള്ളൂ. Because sacrifice means you're sacrificing your time, your energy, your resources. നമ്മൾ നമ്മളുടെ സമയവും നമ്മുടെ സമ്പത്തും നമ്മൾക്കുള്ളതെല്ലാമാണ് നമ്മൾ യാഗമായി അർപ്പിക്കുന്നത്. We all know about Jesus, what he did. യേശു ചെയ്തത് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Jesus gave himself as a sacrifice so that we can have freedom. നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിന് കർത്താവ് സ്വയം യാഗമായി അർപ്പിക്കുവാൻ ഇടയായി. We are experiencing freedom because Jesus became a sacrifice. നമ്മൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കാരണം യേശു യാഗമായി സ്വയം അർപ്പിച്ചതാണ്. So now the question is, what do we do with our freedom? We have to sacrifice our egos. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വയത്തെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കേണ്ടിയിരിക്കുന്നു. We have to sacrifice if we want to serve better. നമുക്ക് കൂടുതലായി മറ്റുള്ളവരെ സേവിക്കണമെങ്കിൽ താഴ്മയോടെ യാഗമായി അർപ്പിക്കട്ടെ. Let me talk about my life for a few minutes. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില നിമിഷങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Some of you are familiar, but I am part, God enabled us to launch a church in Virginia about 4 months ago. ഉദ്ദേശം 4 മാസങ്ങൾക്ക് മുമ്പ് വെർജീനിയയിൽ ഒരു ദൈവസഭ സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി. And just like you, we do not have our own place. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ സ്വന്തം സ്ഥലമില്ല. So what we do is we meet at a school. അതുകൊണ്ട് ഞങ്ങൾ ഒരു സ്കൂളിലാണ് കൂടി വരുന്നത്. School auditorium. ഒരു സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ. So the school auditorium, we have the permission to meet there from 7 to 12. 7 മണി മുതൽ 12 മണി വരെ കൂടി വരുവാനുള്ള അനുവാദം ഞങ്ങൾക്ക് അവിടെയുണ്ട്. So that means people have to come in as early as 7 o'clock to put the chairs down. അതുകൊണ്ട് 7 മണി ആകുമ്പോൾ തന്നെ എല്ലാവരും കടന്നു വന്ന് കസേരയൊക്കെ നിരത്തണം. And to get all the sound system and everything, you are blessed that you don't have to worry about any of that. നിങ്ങൾക്ക് ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ലെങ്കിൽ അത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് കാര്യങ്ങളുടെ സൗണ്ട് ബോക്സ് എല്ലാം സെറ്റ് ചെയ്യേണ്ടതുണ്ട്. So people have to come in, they have to set up everything and then be ready with everything so that the service can start at 10. 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങേണ്ടതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അതുവരെ അതിനുള്ളിൽ ചെയ്തിരിക്കും. But now think about it, what we typically do on a Sunday morning. എന്നാൽ ഞായറാഴ്ച രാവിലെ ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? What we typically do is we love to sleep in. എന്നാൽ നമുക്ക് കിടന്നുറങ്ങുവാനാണ് ആഗ്രഹം. Because from Monday to Friday we have a busy life, which means our alarm goes off at 5, maybe at 6, and we are out of the house by 6:30 or 7 depending upon our life. 5 മണിക്ക് നമ്മൾ അലാം വെച്ച് എഴുന്നേൽക്കും. ഏതാണ്ട് 6:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് വീടിന് പുറത്തിറങ്ങണം. But on Sunday what we want to do is use that extra few minutes to sleep. എന്നാൽ ഞായറാഴ്ച രാവിലെ ആ ചില നിമിഷങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്ന് ഉറങ്ങുവാൻ ആഗ്രഹിക്കുന്നു. But with our church, what our people have to do is they have to be there exactly at 7, which means they probably have to wake up at 5 and get out of the house, and they travel. Some of them, they even travel more than an hour to be there on time to get the setup started. എന്നാൽ സഭായോഗം കൃത്യസമയത്ത് ആരംഭിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് പലർക്കും 5 മണിക്ക് ഉണർന്ന് 7 മണിയാകുമ്പോൾ അവിടെ സഭയിലെത്തേണ്ടിയിരിക്കുന്നു. Why do they do that? എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? Because they want to serve one another. കാരണം അവർക്ക് പരസ്പരം സേവിക്കേണ്ടിയിരിക്കുന്നു. Sacrifice means sacrificing your comfort. യാഗം അഥവാ താഴ്മയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സുഖത്തെ ദൈവസന്നിധിയിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. Sacrificing our time to encourage other people. നമ്മളുടെ സമയത്തെ യാഗമായി അർപ്പിക്കേണ്ടിയിരിക്കുന്നു. If God wants to make you a blessing, that means you have to sacrifice your time, your priorities for the sake of the kingdom. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സമയത്തെ യാഗമായി ദൈവസന്നിധിയിൽ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. When we have multiple cultures in a same church, sometimes we have to sacrifice our priorities. പല ആളുകൾ പല ദേശത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ ദൈവസഭയിൽ കൂടുന്നുണ്ടെങ്കിൽ നമ്മളുടെ പല ഉദ്ദേശങ്ങളെ നമ്മൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. Because we all have a way of life. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട്. And we think that whatever I think is right. ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്നു. But the gospel or the kingdom advances when we move beyond our self-interest. എന്നാൽ നമ്മളുടെ ഉദ്ദേശത്തിന് അപ്പുറമായി നമ്മൾ കടക്കുമ്പോഴാണ്
ദൈവസന്നിധിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. So how do I serve effectively? എങ്ങനെയാണ് എനിക്ക് കൃത്യമായി ചെയ്യുവാൻ കഴിയുന്നത്? By sacrificing. യാഗമായി നമ്മളെ അർപ്പിക്കുന്നതിലാണ്. Number 2, the letter E. രണ്ടാമത്തെ ലെറ്റർ ഇ ആണ്. Empowered by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുക. If you want to serve effectively, you have to be empowered by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടാലേ നമ്മൾക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. Because we do not serve on our own. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല സേവിക്കുന്നത്. Because Jesus said, you will receive power. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കും. You will become witnesses in Jerusalem, Judea, and then Samaria, and to the ends of the earth. നിങ്ങൾ യഹൂദയിലും യെരുശലേമിലും ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. Because it is not about your ability, but your availability. നമ്മളുടെ കഴിവിൽ ആശ്രയിച്ചല്ല ഇത് ചെയ്യുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം അവൈലബിൾ ആണെന്ന് നീ ആശ്രയിച്ചാകും. Because when you are available, the Lord empowers you with the Holy Spirit to serve better. ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏൽപ്പിക്കപ്പെടുമ്പോൾ കർത്താവ് തന്റെ ശക്തിയെ നമ്മുടെ മേൽ അയക്കുന്നതാണ്. Because God's mission always has been about ordinary people who were empowered by the Holy Spirit. ദൈവത്തിന്റെ മിഷൻസ് പലപ്പോഴും സാധാരണക്കാരനായ ആളുകളിൽ ദൈവശക്തി വ്യാപരിച്ചപ്പോഴാണ് സംഭവിച്ചിരിക്കുന്നത്. When the power of God came upon ordinary people, God used them to do mighty things. സാധാരണക്കാരായ വ്യക്തികളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ ദൈവം അവരെ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഉപയോഗിക്കുവാൻ ഇടയായി. So all you need to do or to serve better is to be empowered by the Holy Spirit. അതുകൊണ്ട് പരസ്പരം നന്നായി സേവിക്കേണ്ടതിന് ദൈവാത്മാവിൽ നമ്മളെ സ്വയം സേവിക്കുവാനായി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. First I said sacrifice. അത് ഞാൻ പറഞ്ഞത് യാഗം അഥവാ താഴ്മയാണ്. E for empowered by the Holy Spirit. രണ്ടാമത്തേത് ദൈവശക്തിയിൽ ബലപ്പെടുക. The third one, the letter R for responsibility. മൂന്നാമത്തേത് ആർ എന്ന വാക്കാണ്, അതിന് ഉത്തരവാദിത്വം എന്ന് നമുക്ക് പറയാൻ കഴിയും. As you all know, my brother Rajiv got his citizenship last week. എൻ്റെ സഹോദരനായ രാജീവിനെ കഴിഞ്ഞ ആഴ്ച സിറ്റിസൺഷിപ്പ് ലഭിച്ചുവല്ലോ. But when you receive the citizenship, the country says certain things to you. എന്നാൽ നമുക്ക് സിറ്റിസൺ പൗരത്വം ലഭിക്കുമ്പോൾ രാജ്യം ചില നിബന്ധനകൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. Hey, listen, you are free, but you have certain responsibilities that comes with the citizenship. ശ്രദ്ധിക്കുക, നിങ്ങൾ സ്വതന്ത്രരാണ്, എന്നാൽ ചില ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ മേലുണ്ട്. If needed, you have to come and protect our country. വേണ്ടി വന്നാൽ നിങ്ങൾ രാജ്യത്തെ സംരക്ഷിക്കുവാൻ ഇറങ്ങേണ്ടിയിരിക്കുന്നു. In some countries like Singapore, when you reach the age of 18, if you are a male, you have to go and serve the country for 2 years. That is mandatory. സിംഗപ്പൂർ പോലെ ചില രാജ്യങ്ങളിൽ നിങ്ങൾ 18 വയസ്സ് തികയുമ്പോൾ 2 വർഷമെങ്കിലും രാജ്യത്തെ സേവിക്കേണ്ടിയിരിക്കുന്നു. No other option. അതിന് വ്യത്യാസമില്ല. Because you became free, there is a responsibility that you have. നിങ്ങൾ സ്വതന്ത്രരായതിനാൽ എന്നാൽ ചില ഉത്തരവാദിത്തങ്ങൾ അതിനോട് ചേർന്ന് നിങ്ങളുടെ മേൽ വസിക്കുന്നു. As I started with Galatians chapter 5 and verse 13, but I want you to look at Galatians chapter 5 and verse 1. അഞ്ചാം ഗലാത്യ ലേഖനം 5:13 നമ്മൾ വായിച്ചത്. അതിന്റെ ഒന്നാമത്തെ വാക്യം കൂടെ നമ്മൾ വായിക്കാം. Christ has liberated us to be free. Stand firm then and don't submit again to a yoke of slavery. Do not be burdened again by a yoke of slavery. അടിമത്തത്തിന്റെ നുകം വീണ്ടും തോളിൽ വെക്കരുത്. വീണ്ടും കുടുങ്ങി പോകരുത്. We are free, but I want you to know there are many others who are still in bondage. നമ്മൾ സ്വതന്ത്രരാണ്, എന്നാൽ അനേകർ സ്വാതന്ത്ര്യമില്ലാത്തവരായി അടിമത്തത്തിൽ കഴിയുന്നുണ്ട്. From statistics, they say there are about 17,000 people groups in the world. ഏതാണ്ട് 17,000-ഓളം പീപ്പിൾ ഗ്രൂപ്പ്സ് ലോകത്തെങ്ങാണ്ടുമുണ്ട്. But now what they have tried to identify is, if you just go back, there is some group what is called as an unreached people groups. എന്നാൽ സുവിശേഷം എത്താത്ത ആളുകളുമുണ്ട്. Unreached people groups. What that means is, it groups with just 2 or fewer Christians for every 100 individuals. ഓരോ 100 പേർക്കും എണ്ണുമ്പോൾ അതിൽ ഒരു ഗ്രൂപ്പ് രണ്ടോ അതിൽ താഴെയോ ബിലീവേഴ്സ് ഉള്ള ഗ്രൂപ്പിനെയാണ് അൺറീച്ച്ഡ് എന്ന് പറയുന്നത്.
And now we have another group. So from the statistics, I think you know the population of the world, which is about 8 billion. Out of the 8 billion, about 4 billion people belong to this category called unreached. That is, if you take about 100 people in that group, there are only 2 or less believers in that group. 8 ബില്യൺ ആളുകളുള്ളതിൽ ഏതാണ്ട് 4 ബില്യണോളം ആളുകൾ സുവിശേഷം എത്തിപ്പെട്ടിട്ടില്ല. Now let me talk about another group called unengaged people group. അൺഎൻഗേജ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ഗ്രൂപ്പ് എന്ന് മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. As you can see in the slide there, they have no missionaries and no known believers among them. അവരുടെ ഇടയിൽ മിഷണറിമാരോ വിശ്വാസികളോ ഉള്ളതായിട്ട് ആർക്കും അറിയുകയില്ല. That comes to about 203 million people. ഏതാണ്ട് 230 മില്യൺ ആളുകൾ ഗ്രൂപ്പിലുണ്ട്. If you can move on to that slide with the different groups. In the background, you will see that is about 2,087 people groups with no missionaries or not even a known believers in the group. 287 ഗ്രൂപ്പ്സിൽ സുവിശേഷം എത്തിയിട്ടില്ല, മിഷണറിമാരില്ല, അഥവാ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകളുണ്ട്. Why am I talking about this? ഞാൻ എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്? We are enjoying the freedom that Christ has given us. കർത്താവ് നമുക്കിന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ സന്തോഷിക്കുന്നു. But there are millions of people who are without or who do not know Jesus yet. എന്നാൽ അനേകായിരങ്ങൾ കർത്താവിനെ അറിയാതെ ഇരിക്കുന്നുണ്ട്. They are still bound in slavery. അവർ ഇപ്പോഴും അടിമത്തത്തിന്റെ നുഖത്തിൽ ഇരിക്കുന്നവരാണ്. Maybe if you were paying attention, you will see some of the groups that are familiar to you. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് ചിലരെങ്കിലും നമ്മൾക്ക് അറിയാവുന്ന ഗ്രൂപ്പുകളാണ്. Let me take it a bit further. കുറച്ചുകൂടെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോകട്ടെ. There are about 697 people groups who are Hindus right now. 697 ഹിന്ദു ഗ്രൂപ്പ്സ് ഇതിനകത്തുണ്ട്. And among the Muslims, there are about 632 of them. 632 മുസ്ലിം ഗ്രൂപ്പ്സും ഇതിനകത്തുണ്ട്. We were so happy about the freedom of America last night. ഇന്നലെ രാത്രി നമ്മൾ എല്ലാവരും അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോഷിക്കാനിടയായി. We are happy about the freedom that Christ has given us. കർത്താവ് നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. But we have a responsibility. എന്നാൽ നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്വം കിടക്കുന്നു. What is the responsibility? People who are still bound in slavery. ഈ അടിമത്തത്തിന്റെ നുഖത്തിൽ കിടക്കുന്നവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. Some people tend to ask these questions. Do I really have to serve? ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ ശരിക്കും സേവിക്കേണ്ടതുണ്ടോ? In this day of technology and internet, people will know about Jesus no matter what. ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി ഉള്ളിടത്ത് എല്ലാവരും എങ്ങനെയെങ്കിലും കർത്താവിനെ കുറിച്ച് അറിയുമല്ലോ. Or if those people they wanted to know, they will figure it out. ഇനി അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരെങ്ങനെയെങ്കിലും അതിനുള്ള വഴി കണ്ടെത്തും. But what I want you to let you know as the truth is there are still places in the world where Jesus is not known. എന്നാൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിനെ ഇപ്പോഴും അറിയാത്തവരുണ്ടെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. Where there is no church. ഒരു സഭയും ഇല്ലാതെ, no believers. ഒരു വിശ്വാസി പോലും ഇല്ലാത്ത ആളുകളുണ്ട്. And no one who is there to share the love of Christ to those people. അവിടെ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുവാൻ ആരും തന്നെ ഇല്ല. We have a responsibility. നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്വം കിടക്കുന്നു. We have a responsibility. നമ്മുടെ മേൽ ഒരു ഉത്തരവാദിത്വം കിടക്കുന്നു. God has given us freedom to serve one another in love. പരസ്പരം സ്നേഹത്തിൽ സേവിക്കുവാൻ കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. Let's move on to the next letter, the letter V, which says vision. മൂന്നാമത്തേത് വി, വിഷൻ, darshanam. ദർശനം. If you want to serve effectively, we have to serve with God's purpose in mind. നമ്മൾക്കൊരു ദർശനം ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ ഹിതപ്രകാരമുള്ളതായിരിക്കണം. Because what happens is without God's vision, our service it just becomes routine. സാധാരണ നമ്മുടെ ദർശനം എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ രീതിയിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. Without God's vision, our life just becomes mundane and just routine. ദൈവിക ദർശനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറും സാധാരണമായി പോകും. But God's vision is much bigger than what we can think. എന്നാൽ ദൈവിക ദർശനം നമ്മൾക്ക് ചിന്തിക്കാവുന്നതിലും ഉപരിയായിട്ടുള്ള കാര്യമാണ്. Because Jesus said, "Go, therefore go and make disciples of all nations." കർത്താവ് പറയുന്നത് പോയി കടന്നുപോയി സകലരെയും എൻ്റെ ശിഷ്യരാക്കുവിൻ എന്നാണ്.
Make disciples of all nations. എല്ലാ ജാതികളെയും എൻ്റെ ശിഷ്യരാക്കുവീൻ. For some, that means going overseas. ചിലരെ സംബന്ധിച്ചോളം അത് കടൽ കടന്നു പോകുന്നതാണ്. But for many others, it means reaching the communities that are around us. എന്നാൽ അനേകരെ സംബന്ധിച്ചോളം ഇത് നമുക്ക് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. I know that many of you go out to give tracts and have mission activities as part of this church. I'm familiar with that. എനിക്കറിയാം നിങ്ങൾ പലരും ഈ സഭയുടെ ഭാഗമായി ട്രാക്ട് കൊടുക്കുവാനും മറ്റും കടന്നു പോകുന്നവരുണ്ട്. I praise God for that. ദൈവത്തെ ഞാൻ കർത്താവിനെ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. But my task today is to give you a burden that is higher than what you have been doing so far. എന്നാൽ നിങ്ങൾ ചെയ്യുന്നതിലുപരിയായി ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത്. To have a burden within you about the people who are still lost. നഷ്ടപ്പെട്ടവരെ ഓർത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാരം ഉണ്ടാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Many of us moved to United States to think about or thinking about the American dream. അമേരിക്കൻ ഡ്രീം അഥവാ അമേരിക്കയിലുള്ള ദർശനത്തെ കുറിച്ച് ഓർത്താണ് നമ്മൾ പലരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. But God invites us to think about something even bigger, the kingdom dream. എന്നാൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു വിഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. I think it was John F. Kennedy who said, "Do not ask what America can do for you, but think about what you can do for the country." കെന്നഡി എന്ന പ്രസിഡന്റ് നമ്മളോട് ഒരിക്കൽ പറഞ്ഞത് അമേരിക്ക നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചല്ല, നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. You need to have a vision from the Lord. കർത്താവിൽ നിന്നൊരു ദർശനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. Maybe God brought you here to strengthen His church. നിങ്ങളെ ഒരുപക്ഷെ ഇവിടെ കർത്താവ് കൊണ്ടുവന്നത് ദൈവസഭയെ ശക്തീകരിക്കുവാനായിരിക്കണം. Maybe God brought you here to reach the Indian groups. അഥവാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഗ്രൂപ്പ്സിനെ റീച്ച് ഔട്ട് ചെയ്യാൻ. Maybe it is to introduce Christ to our neighbors. അഥവാ നമ്മുടെ അയൽക്കാർക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയായി. Or maybe it is about to raise your children to become kingdom leaders. അഥവാ ദൈവരാജ്യത്തിന്റെ നായകരായി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉയർത്തുവാൻ വേണ്ടിയായിരിക്കാം കർത്താവ് ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. Get a vision from the Lord. കർത്താവിൽ നിന്നൊരു ദർശനം പ്രാപിക്കട്ടെ. Because people are still struggling and are bound in slavery. കാരണം അനേകർ അടിമത്തത്തിന്റെ ദുഃഖത്തിൽ ഇപ്പോഴും കഴിയുകയാണ്. Today we read from Psalm chapter 2. ഇന്ന് രണ്ടാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ നമ്മൾ ധ്യാനിച്ചത്. And verse 8 says, അതിന്റെ 8ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, "Ask of me and I will give you nations as your inheritance. എന്നോട് ചോദിപ്പീൻ, ജാതികളെ ഞാൻ നിനക്ക് അവകാശമായി നൽകും. The ends of the earth as your possession." ഈ ഭൂമിയുടെ അറുതികളാണ് നിന്റെ അവകാശം. Having a vision from the Lord about what God wants to do through your life. നമ്മളുടെ ജീവിതം കൊണ്ട് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Especially the young children. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ. I watch every week without fail the memory verses that you say here at church. ഞാൻ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളുടെ മെമ്മറി വേഴ്സസ് കാണുവാറുണ്ട്. Partially it is because of Josiah and Noah. Yes, that is true. I'm partial. Yes. എനിക്ക് ജോസേ നോയ ഉള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇത് ചെയ്യാറുള്ളത്. But I get to see each one of you when you say the memory verse as well. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങൾ ഓരോരുത്തരും മെമ്മറി വേഴ്സ് പറയുന്നത് ശ്രദ്ധിക്കാറുണ്ട്. What I want to encourage you is to understand and to see the heart of God into your life as well. കർത്താവിന്റെ ഹൃദയം നിങ്ങളുടെ ഉള്ളിൽ ആകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I'm happy that you're learning the memory verse. നിങ്ങൾ മെമ്മറി വേഴ്സ് പഠിക്കുന്നത് ഞാൻ സന്തോഷിക്കുന്നു. But remember, God has a higher call upon each one of your life. എന്നാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിന്മേൽ കർത്താവിന്റെ ഒരു വലിയ വിളി ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയാതെ. Remember the people who are still struggling. എന്നാൽ അനേകർ അവിടെ അടിമത്തത്തിൽ കിടക്കുന്നല്ലോ. Maybe around the world God wants to take you and make you a missionary. ഒരുപക്ഷേ കർത്താവിന് നിങ്ങളെ ഒരു മിഷണറിയായി ഉയർത്തുവാൻ ആഗ്രഹമുണ്ട്. Keep on praying. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. You never know what your assignment is. നിങ്ങളുടെ അസൈൻമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിഞ്ഞു വരത്തില്ല. But one thing I can assure you, എന്നാൽ ഒരു കാര്യം എനിക്ക് പറയാം, God has great plans for you. കർത്താവിന് നിങ്ങളെക്കുറിച്ച് വലിയ ഉദ്ദേശങ്ങളുണ്ട്. The plans to prosper you. നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന്. Plans to make you a blessing. നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റേണ്ടതിന്. Have a vision from the Lord. കർത്താവിൽ നിന്ന് ഒരു ദർശനം പ്രാപിക്കുവാൻ If you do ഇടയാകട്ടെ. not have a vision from the Lord yet, be with someone who has that vision. നിങ്ങൾക്കൊരു ദർശനം ഇതുവരെയും പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദർശനം പ്രാപിച്ച ഒരു വ്യക്തിയോട് കൂടെ സമയം ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Maybe be with the pastor. ഒരുപക്ഷെ പാസ്റ്ററിനോട് സമയം God ചെലവഴിക്കുക. has given him a vision to reach out to the people who are here in Phoenix. ഈ ഫീനിക്സിലുള്ളവരെ റീച്ച് ഔട്ട് ചെയ്യുവാൻ പാസ്റ്ററിന് ഒരു ദർശനമുണ്ട്. Support him.
അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. When you do that, when you are found faithful, God starts to give your own assignment. നിങ്ങൾ അത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വയമായി കർത്താവ് ഒരു ദർശനം നൽകുവാൻ ഇടയാകും. Until you are faithful with what God has given you, God will not make you a master of more. നിങ്ങൾ അല്പത്തിൽ വിശ്വസ്തരായില്ലെങ്കിൽ നിങ്ങൾക്ക് വലുത് കർത്താവ് നൽകുവാൻ ഇടയാകത്തില്ല. We all want to have a global ministry and a global mission. നമ്മൾക്ക് എല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. But start small. എന്നാൽ ചെറിയ ആരംഭങ്ങൾ ഉണ്ടാകട്ടെ. Having a vision, it matters. ഒരു ദർശനമുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. I heard something the other day. I'm sure all of us have been to a restaurant. നമ്മളെല്ലാവരും റെസ്റ്റോറന്റുകളിൽ പോയിട്ടുണ്ടല്ലോ. And I'm sure you have all seen someone who we call as the waiter. വെയിറ്റർ നമ്മുടെ അടുക്കൽ വരുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. And what the waiter does is serve. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടി ആഹാരം വിളമ്പി തരികയാണ്. This is what the person said. If you think you are in a waiting period, do what the waiters do. Serve. നിങ്ങൾ ഒരു ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ വെയിറ്റർ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, സേവിക്കുക. If you are in a waiting period, do what the waiters do, serve. വെയിറ്റിംഗ് പീരീഡിലായിരിക്കുന്ന ആളുകൾ മറ്റുള്ളവരെ സേവിക്കുവാൻ ഇടയാകട്ടെ. Serve one another. പരസ്പരം സേവിക്കുക. We talked about sacrifice. നമ്മൾ യാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ We ഇടയായി. talked about empowered by the Holy Spirit. പരിശുദ്ധാത്മാവിൽ ബലപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. We talked about the responsibility. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു. And we talked about having a vision. എന്നാൽ ഒരു ദർശനം പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി. And last but not least, അവസാനത്തെ വാക്കിതാണ്, encourage others to serve. മറ്റുള്ളവരെ സേവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക. Sometimes we want to have all the limelight. നമ്മൾക്ക് എപ്പോഴും ലൈറ്റിന്റെ മുമ്പിൽ നിൽക്കുവാനാണ് പലപ്പോഴും There is a ആഗ്രഹിക്കുന്നത്. definition for team which says together everyone achieves more. TEAM. Together everyone achieves more. ടീം എന്ന വാക്ക് ഇതുപോലെ ചിന്തിക്കാറുണ്ട്. ഒന്നിച്ചു നിന്നാൽ നമുക്ക് പല കാര്യങ്ങളും സാധിക്കാൻ ഇടയായി തീരും. Serving is never a solo activity. സേവിക്കുക എന്ന് പറയുന്നത് സ്വയമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. One person serving is a blessing. ഒരു വ്യക്തി സേവിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. But when the church serves together, it becomes a movement. എന്നാൽ ഒരു സഭ ഒന്നിച്ച് സേവിക്കുമ്പോൾ അതൊരു മൂവ്മെന്റ് ആയി മാറും. Do you know why the early church multiplied? പഴയ സഭ ഒന്നാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയാണ് വർദ്ധിച്ചത്? Because the believers, they encourage one another. കാരണം വിശ്വാസികളെല്ലാവരും പരസ്പരം ഉത്തേജിപ്പിക്കുവാൻ ഇടയായി തീർന്നു. Can you read from 1 Thessalonians chapter 5 and verse 11? 1 തെസ്സലോനി 5:11 ഒന്ന് വായിക്കാമല്ലോ. Encourage one another and build each other up. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവ് വരുത്തിയും പോരുവിൻ. Do you know that saying a good word to your fellow believer is a method of serving? പരസ്പരം ഒരു നല്ല കാര്യം സംസാരിച്ച് അവരെ എൻകറേജ് ചെയ്യുന്നത് ഒരു തരത്തിൽ അവരെ സേവിക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമോ? Sometimes we have our own favorites. ചിലപ്പോൾ നമുക്ക് പ്രിയരായിട്ടുള്ള ആളുകളുണ്ട്. Of course, I said earlier about Josiah and Noah, that is true. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജോസേന് നോയന്റെ അനന്തരവരാണ്. എനിക്ക് അതൊരു പ്രത്യേക സ്നേഹമുണ്ട് അവരോട്. But there are others, they need encouragement as well. എന്നാൽ മറ്റുള്ളവർക്കും അതുപോലെ ഒരു എൻകറേജ്മെന്റ് ആവശ്യമാണ്. We also have, sometimes we have our own biases. നമുക്ക് ചിലപ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉണ്ട്. If my favorite preacher preaches, then I have praise the Lord and amen. എനിക്ക് ഇഷ്ടമുള്ള പ്രീച്ചർ സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പ്രൈസ് ദി ലോർഡ് ആമേൻ ഞാൻ പറയാറുണ്ട്. And if the preacher is not my favorite, then I'm quiet. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഞാൻ മൗനമായിരിക്കും. What did the early church do? ഒന്നാം നൂറ്റാണ്ടിലെ സഭ എന്താണ് ചെയ്തത്? They encouraged each other and built each one up. അവർ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും പരസ്പരം പണിതെടുക്കുകയും ചെയ്തുവാനിടയായി. Maybe God has given you a talent with regard to one particular area, but build others up in the same area, because many a times we think if I train him, then I will lose my spot. പലപ്പോഴും നമുക്ക് അതിനുള്ള ഭയം ഉണ്ടാകുന്നത് ഞാൻ ഒരാളെ പരിശീലിപ്പിച്ചാൽ അവർ എന്റെ സ്ഥാനം അടിച്ചുകൊണ്ട് പോകും എന്നുള്ള ചിന്തയാണ്. No, it is not how the kingdom works. അങ്ങനെയല്ല ദൈവരാജ്യം ചെയ്യുന്നത്.
We have to encourage young believers. നമ്മൾ ചെറിയ കുഞ്ഞു വിശ്വാസികളെ വളർത്തിക്കൊണ്ട് വേണ്ടിയിരിക്കുന്നു. We have to encourage our youth and our children. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ ചെറുപ്പക്കാരെയും വളർത്തിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. We have to encourage the new immigrants. നമ്മൾ പുതിയതായി ഇവിടെ കടന്നു വരുന്ന ഇമിഗ്രൻസിനെ ഹെൽപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. We have to encourage the families that are facing difficulties. കഷ്ടതയിൽ കൂടി പോകുന്ന കുടുംബങ്ങളെ സഹായിക്കേണ്ടിയിരിക്കുന്നു. We have to encourage one another to discover so that they discover their spiritual gifts. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ സ്വന്തം ഗിഫ്റ്റുകളെ കണ്ടെത്തുവാനും അത് വളർത്തുവാനും വേണ്ടിയായി. Every servant needs encouragement. എൻകറേജ്മെന്റ്, പ്രോത്സാഹിപ്പിക്കുക എന്നത് ആണ് ഈ എന്ന വാക്കിന് നിൽക്കുന്നത്. Because I grew up as a pastor's son. ഞാൻ ഒരു പാസ്റ്ററിന്റെ മകനായിട്ടാണ് വളർത്തപ്പെട്ടത്. Because of that I know the group that never gets any form of encouragement are the pastors. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം പാസ്റ്റേഴ്സ് ആണ് എപ്പോഴും ഒരു തരത്തിലുള്ള പ്രോത്സാഹനം ലഭിക്കാതിരിക്കുന്നത്. People are easy to say, oh, you didn't do this right, you didn't do that right. പാസ്റ്റർ അത് ചെയ്തില്ലല്ലോ, പാസ്റ്റർ ഇത് ചെയ്തില്ലല്ലോ എന്നെപ്പോഴും പറയാറുണ്ട്. But they never come and thank you for the times, the hours that they spend with you. എന്നാൽ മണിക്കൂറുകൾ നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പലപ്പോഴും മൗനമായിരിക്കുന്നു. Encourage one another. പരസ്പരം പ്രോത്സാഹിപ്പിക്കട്ടെ. I'm not just talking about the pastor, the leaders, the deacons, the elders, everybody, even the kids who are leading worship, they need encouragement. പാസ്റ്റേഴ്സ് മാത്രമല്ല, എൽഡേഴ്സ്, മറ്റ് പലരും ഇൻക്ലൂഡിംഗ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഇവർക്ക് എല്ലാവർക്കും പ്രോത്സാഹനം ആവശ്യമാണ്. Maybe the key is off by a bit. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂസിക് താളം തെറ്റാറുണ്ട്. But encourage them so that they get better. അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ നന്നായി ചെയ്യുവാനിടയായി തീരും. One auntie told me yesterday, one of the worst things in life is to go being all by yourself. Loneliness is the worst thing that you can face in your life. ഒരിക്കൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആന്റി എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഒറ്റപ്പെടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം. If you can encourage your fellow believers, think about what God can do through that. കർത്താവിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിയും നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചാൽ. God has not just brought all of us from India to America so that to fulfill the American dream. അമേരിക്കൻ ഡ്രീമിന് വേണ്ടി മാത്രമല്ല കർത്താവ് നമ്മളെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. He has brought us to this country so that you can call people out of darkness into the spiritual light. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. He has given each one of us an assignment. അവൻ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നു. Today, of course, I talked about the unengaged people groups. ഞാൻ ഇന്ന് സുവിശേഷം എത്തപ്പെട്ടില്ലാത്ത ഗ്രൂപ്പുകളെ കുറിച്ച് സംസാരിച്ചല്ലോ. You might be wondering, oh, Pastor, what can I do? പാസ്റ്റർ, എനിക്കെന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കും. Number one, you can pray. ഒന്നാമത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. Lord, please send people so that they will know the gospel. കർത്താവേ, സുവിശേഷവുമായി നീ ആളുകളെ അവരുടെ അയക്കുമാറാകണമേ. Now, do you know what happens when you continue to pray fervently or regularly? എന്നാൽ സ്ഥിരമായും വളരെ ഉത്സാഹത്തോടെ നിങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുമെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാമോ? You want to become part of that responsibility. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കപ്പെടും. And when suddenly then you ask, oh, what can I do? അപ്പോൾ നിങ്ങൾ ചോദിക്കും, എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും? Of course, that requires resources. എന്നാൽ അതിനാവശ്യമാകുന്ന നന്മകളും വേണം. But more than that, what it requires is people like you and I to become available to identify the people around us who do not know Jesus. എന്നാൽ സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളെ കണ്ടെത്തുവാൻ നമ്മൾക്ക് പലപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ സാധിക്കുവാൻ ഇടയായിത്തീരും. I want to leave with a challenge and an encouragement. നിങ്ങൾക്കൊരു പ്രോത്സാഹനവും നിങ്ങൾക്കൊരു ചലഞ്ചുമായി ഞാൻ ഒരു കാര്യം പറയട്ടെ. I know especially there are a lot of young people in this church. ഇവിടെയുള്ള അനേക ചെറുപ്പക്കാരെ എനിക്കറിയാമല്ലോ. Sometimes it might even be helpful for you to think about doing a short-term missions. എന്നാൽ ചെറിയ മിഷൻസ് ഏറ്റെടുത്ത് ചെയ്യുവാൻ നിങ്ങൾക്ക് ഇടയാകുമാറാകട്ടെ. Maybe on a short-term trip, maybe you can go to another state or another country, wherever it is. Think about it. Maybe you have to start saving for it. നിങ്ങൾക്ക് ഇവിടെയുള്ള അടുത്തൊരു സ്റ്റേറ്റിലോ മറ്റൊരു രാജ്യത്തോ അങ്ങനെ എവിടെയെങ്കിലും പോകുവാനായിട്ട് കഴിയും. അതിനായി നിങ്ങൾ സേവ് ചെയ്യാൻ ഇടയാകട്ടെ. But let me tell you, when you start to pray, God will open doors. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് വാതിലുകൾ തുറക്കുവാൻ ഇടയാകും. Maybe it is a neighborhood in our city itself who do not have any form of freedom but are bound in slavery. നമ്മുടെ ചുറ്റുപാടുള്ള ദേശം തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അടിമത്തത്തിന്റെ നുഖത്തിൽ കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത്. It was Francis of Assisi who said,
ഫ്രാൻസിസ് ഓഫ് അസിസി ഇങ്ങനെ പറയുവാനിടയായി, preach the gospel at all times, സുവിശേഷം എപ്പോഴും പ്രസംഗിക്കപ്പെടണം, but if necessary, use words. എന്നാൽ ആവശ്യമാണെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കട്ടെ. Do you know the best way to preach the gospel is with your life? ഏറ്റവും നന്നായി സുവിശേഷം പറയാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടിയാണ്. It is not by having a bumper sticker saying that, Jesus loves you. ഒരു ബമ്പർ സ്റ്റിക്കർ അടിച്ച് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പ്രസിദ്ധപ്പെടുന്നത് മാത്രമല്ല അത്. I'm not against it. അതിനെതിരല്ല ഞാൻ. But your life at your workplace, your life at school, your life at college means a lot more than anybody going and preaching to them. എന്നാൽ നിങ്ങളുടെ ജീവിതം അത് കോളേജിലായാലും ജോലി സ്ഥലത്തായാലും അത് വലിയ ഒരു പ്രസംഗം തന്നെയാണ്. It becomes important because your life can bring the light of God to others. ദൈവത്തിന്റെ വെളിച്ചം, സുവിശേഷത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കൂടി മനുഷ്യർക്ക് പ്രകാശിക്കുമാറാകട്ടെ. As I conclude, let me ask you this. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. How are you serving? നിങ്ങൾ എങ്ങനെയാണ് കർത്താവിനെ സേവിക്കുന്നത്? Are you serving effectively? നമ്മൾ നന്നായി കർത്താവിനെ സേവിക്കുന്നുണ്ടോ? വേണ്ടും വിധം ദൈവത്തെ സേവിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? Are you able to serve effectively? വേണ്ടും വിധം കർത്താവിനെ സേവിക്കുവാൻ It കഴിയുന്നു. might require from you some form of sacrifice. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു യാഗം ഞാൻ ആഗ്രഹിച്ചാൽ, Maybe it requires another level of sacrifice from what you've been doing right now. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഉപരിയായ ഒരു യാഗമായിരിക്കാം ഒരുപക്ഷേ കർത്താവ് Maybe it is ആഗ്രഹിക്കുന്നത്. to cut down on your time of sleep, to start praying for more. എന്നാൽ നിങ്ങളുടെ ഉറക്കം ചില സമയത്ത് കുറച്ചുകൊണ്ട് അധികം പ്രാർത്ഥിക്കുവാൻ ഇടയാകേണ്ടി. Maybe it is about being empowered by the Holy Spirit, so to take on the new assignment. ഒരുപക്ഷേ പരിശുദ്ധാത്മാവ് ശക്തിപ്പെട്ട് കർത്താവിന് വേണ്ടി ചെയ്യുവാനായിരിക്കും കർത്താവ് Or maybe ആഗ്രഹിക്കുന്നത്. to have an understanding of the responsibility that you have എന്നാൽ that നിങ്ങളുടെ Christ has ഉത്തരവാദിത്വം given you. നിങ്ങളോട് ഗ്രഹിക്കുവാനായിരിക്കാം ഒരുപക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത്. Or maybe it is about getting a new vision from the Lord about what God wants to do through you next. കർത്താവ് എന്നിൽ കൂടി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വിഷൻ കർത്താവിന് പ്രാപിക്കുക എന്നുള്ളതായിരിക്കാം അടുത്തത്. Maybe finally it is about encouraging the people who are sitting next to you. God has better plans for you. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് കർത്താവിന് നിങ്ങളെ കുറിച്ച് വലിയ പ്ലാനുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കാം You are doing കർത്താവ്. great, keep on doing. ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കട്ടെ. You are good, God will help you to do it better. നിങ്ങൾ നന്നായി ചെയ്യുന്നുവെങ്കിൽ കർത്താവ് അധികമായി നന്നായി ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും. Encourage one another. പരസ്പരം പ്രോത്സാഹിപ്പിക്കുക, Build one another up. പരസ്പരം പണിതെടുക്കുക. And remember, there are people who are still bound in slavery. ഓർക്കുക, അനേകർ ഇതറിയാതെ കിടക്കുന്നവരുണ്ട്. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. Father, we just ask you for your grace upon our lives. And we ask, oh Lord, help us to serve one another even better. We cannot do it all on our own, but with you, we can do better. So, Lord, empower us with your Holy Spirit. Lord, we pray that the burden of the unreached souls will become more and more real to us in the days ahead. I pray for this church, Lord, continue to give them a heart for the missions. May they understand the people who are right around them so that they can reach out to them and become a greater blessing. I bless this church, oh Lord. I bless the pastors, the pastoral team, the staff, the elders, the deacons, everyone, Lord Father. I pray, may your grace abound in each one of them. And I pray, oh Lord, that miracles will become a norm in each one of their lives. Whatever their needs are, more than their needs, Father, you are sufficient. And I pray, oh Lord, that you will grant to them your grace to serve one another even better. In Jesus' mighty name we pray. Amen.